മഹനീയമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ തിരുവചന ധ്യാന യോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനേക ഉപമകളെക്കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്താവ് തെരുവീതിയിലും ഉപവീതിയിലും പോകുന്നതിനെക്കുറിച്ച് പറയുന്നതായ ഉപമയെക്കുറിച്ചാണ് പഠിപ്പാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പൊന്നുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടികൾക്കായി അവിടുന്ന് കാഴ്ചവെച്ചതായ ഉപമകൾക്കായി നന്ദിയോടെ സ്തോത്രം. അത് പഠിപ്പാനും അതിലടങ്ങിയിരിക്കുന്നതായ നിത്യസത്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ട കൃപകളെ ഉയർത്തി തരണമെന്ന് ക്രിസ്തയേശുവിൽ കൂടി താഴ്മൊഴിവിനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അനേക തരത്തിലുള്ളതായ ഉത്സവങ്ങളുണ്ടായിരുന്നു. ഈ ഉത്സവ കാലങ്ങളിലൊക്കെയും അവർ വിരുന്നൊരുക്കുക എന്നുള്ളതായ ഒരു പതിവുമുണ്ട്. എന്നാൽ ഈ വിരുന്നുകളൊക്കെയും സാധാരണയായിട്ട് അതായത് തങ്ങളുടെ വിരുന്നുകാരെ അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവരെ സന്ദർശകരെ ഇവരെയൊക്കെയും ക്ഷണിക്കുന്ന ഒരു പതിവുമുണ്ട്. അതൊരു സന്തോഷകരമായ അനുഭവമാണ്. എന്നാൽ ഈ വിരുന്നുകാരെ ക്ഷണിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ അവരുടെ സ്വാർത്ഥത അവിടെ കാണുമെന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്വാർത്ഥത നിറഞ്ഞ ഒരു വിരുന്ന് സൽക്കാരങ്ങളൊക്കെയും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അവസരത്തിൽ കർത്താവിനെ ഇതുപോലെ ഒരു വിരുന്നിന് വേണ്ടി ആരോ വിളിച്ചു. ആ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെയുള്ള ഏതാനും ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ അത്താഴമോ മുത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ച് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. അവനോട് പറഞ്ഞത് ഒരു മനുഷ്യൻ പിന്നെ താൻ ഉപമ പറയുകയാണ്. അവനോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീനെന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഈ ഒരു ഉപമ കർത്താവ് അവിടെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ളതായ കാര്യം ഞാൻ പറഞ്ഞു. കാരണം പലപ്പോഴും പലരും ചെയ്യുന്ന രീതി എന്നറിയാമോ? സ്വന്തക്കാരെയും നാട്ടുകാരെയും പ്രത്യേകിച്ച് അവർക്ക് തിരിച്ചുപകാരം ചെയ്യാൻ തക്കവണ്ണം കഴിയുന്ന വ്യക്തികളെയുമാണ് വിളിക്കുന്ന ഒരു പതിവ്. എന്നാൽ ആ പതിവിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്. എന്താണ്? നിങ്ങൾ അങ്ങനെ ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കുമ്പോൾ എന്ത് ചെയ്യണം? ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും. കാരണം നിനക്ക് അവരെന്ത് ചെയ്യില്ല? പ്രത്യുപകാരം ചെയ്യുകയില്ല. പക്ഷേ നിനക്ക് പുനരുത്ഥാനത്തിൽ എന്തുണ്ടാകും? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. അപ്പോൾ നിത്യരാജ്യത്തിന് വേണ്ടിയുള്ളതായ ഒരു ക്ഷണം അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു കരുതലിനെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കരുതലിനെ കുറിച്ച് പറയുമ്പോൾ അവർ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. കാരണം മോശയിലൂടെ ദൈവം മുൻകൂട്ടി അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകളിൽ എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞിരുന്നു. നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. നിന്നോടുകൂടെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവിനും നിൻ്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥയും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ അവർക്ക് ദൈവം മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലേവ്യർക്ക് അവകാശമില്ല ആയതുകൊണ്ട് എന്നാൽ അവരുടെ വിരുന്നുകളിലും സൽക്കാരങ്ങളിലും അവരെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പരദേശികൾ, കാരണം പരദേശികൾക്ക് ആരും ഒരു സഹായം ചെയ്യില്ല, എന്നാൽ അവരെ ക്ഷണിക്കണം. പിന്നെ അനാഥനെയും വിധവയും വന്ന് എന്ത് ചെയ്യണം? നിൻ്റെ സൽക്കാരത്തിൽ നിൻ്റെ ഭവനത്തിൽ വന്ന് തിന്ന് തൃപ്തരാകണം. അപ്പോൾ ആ ഒരു കാര്യം അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നു? മറന്നു പോവുകയാണ്. അത് നമുക്ക് സംഭവിക്കാം. നാമും നമ്മുടെ നാട്ടുകാരെയും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മൾ കൊടുക്കും. സാധാരണ
അനാഥകളെയും വിധവമാരെയും അല്ലെങ്കിൽ സൂക്ഷിക്കണമെന്നുള്ളതായ ഒരു കാര്യം നാം എപ്പോഴും വിട്ടുപോകും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രത്യുപകാരം? ആര് തരും? ദൈവം തരും. ആയതുകൊണ്ട് ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് ഈ ഉപമ കർത്താവ് പറഞ്ഞത്. വീണ്ടും താൻ പറഞ്ഞതിനെക്കുറിച്ച് താഴോട്ട് വായിക്കുകയാണ്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറഞ്ഞു. എല്ലാവരും ഓരോ പോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. അതായത് ഒന്നാമത്തവൻ പറഞ്ഞു, അവനോട് ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നപേക്ഷിച്ചു. മറ്റൊരുത്തൻ പറഞ്ഞു, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവനെ ശോധന ചെയ്യുവാൻ ഞാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണം. പിന്നെ വേറൊരുത്തൻ പറഞ്ഞു, ഞാനൊരു വിവാഹം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പറയപ്പെട്ടതായ ഓരോ ഒഴിവ് കഴിവുകളും നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് വാസ്തവമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രയോറിറ്റി അതിനാണോ? അല്ല. പിന്നെയോ യേശുവിൻ്റെ വഴി അന്വേഷിക്കുന്നതാണ്. അതായത് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ സദ്യയിലേക്ക് പോവുകയാണ് നമ്മുടെ ആവശ്യം. അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ അതായത് ഒരുത്തൻ വസ്തു വാങ്ങിച്ച് സാധാരണ ആ വസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും തിരഞ്ഞതിന് ശേഷം മാത്രമല്ലേ വാങ്ങിക്കുകയുള്ളൂ. ഇപ്പോൾ എൻകംബറൻസ് അല്ലെങ്കിൽ അതിന് കടബാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയായ ഉടമസ്ഥൻ്റെ ആണോ, അതിന് ശരിയായ പേപ്പറുകൾ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഡോക്യുമെൻസും ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ സാധാരണ ഒരു വസ്തു വാങ്ങിക്കുകയുള്ളൂ. ആ വസ്തു വാങ്ങിച്ചതിന് ശേഷം പിന്നെ പറയാണ് അത് ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവന് ഈ വിരുന്നിന് വരാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞ എന്താണ്? അതായത് ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാളയെ വാങ്ങിച്ചു. അപ്പോൾ കണിശമായിട്ടും കാളയെ വാങ്ങിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട എല്ലാ പരിശോധനയും നടത്തി ഊനമുണ്ടോ, കുഴപ്പമുണ്ടോ, അതിന് പ്രശ്നമുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമല്ലേ കാശ് കൊടുക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു വ്യക്തി പറഞ്ഞ് ഞാനതിനെ വീണ്ടും ശോധന ചെയ്യാൻ പോകണം. അപ്പോൾ അവൻ്റെയും താല്പര്യം വേറെയാണ്. ഇനി അടുത്ത താല്പര്യത്തെക്കുറിച്ച് പറയുന്നത്, അതായത് വിവാഹം കഴിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കല്യാണാലോചന എന്ന് പറയുമ്പോൾ അത് ആ കാര്യങ്ങൾ, ബന്ധുക്കാർ, മിത്രങ്ങൾ എല്ലാം പഠിത്തം, വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതറിയാവോ? പിന്നെ ഭാര്യ പറയുന്നതോടെ കേൾക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം അതായത് ദൈവം ഒരുക്കിയിരിക്കുന്നതായ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാതിരിപ്പാൻ ഉള്ള എന്തെല്ലാം ഉപാധികളുണ്ടോ അതൊക്കെയും അവിടെ പറയുകയാണ്. അപ്പോൾ അതിലെന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രയോറിറ്റി എന്തായിരുന്നു? ഇതിനല്ല, പിന്നെയോ മറ്റു ചില കാര്യങ്ങൾക്കാണ്. അപ്പോൾ മനുഷ്യന് കൂടുതലും ഇന്ന് കാണുന്ന എന്താണ്? സ്വാർത്ഥതയാണ്. അവൻ്റെ വസ്തു, അവൻ്റെ വകകൾ, അതുപോലെ അവൻ്റെ വിവാഹ കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാമാണ് മനുഷ്യൻ്റെ ശ്രദ്ധ. അതേ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ അത്താഴത്തിൽ പങ്കെടുപ്പാനൊക്കെ വേണം നമുക്ക് സമയമില്ല. അതിനെക്കുറിച്ച് പറയുന്നത്, ക്രൈസ്റ്റ് പ്രിപ്പയർസ് the blessings offered through the gospel. അതായത് by the great supper Christ represents the blessings offered through the gospel. സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുവാനിരിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വലിയ അത്താഴത്തിലൂടെ യേശു ക്രിസ്തു പ്രദാനം ചെയ്യുന്നത്. അതായത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് വേണ്ടിയാണ്, അതായത് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. തന്നെ ദൂരെ നിന്ന് താൻ സ്നാനത്തിന് വന്നതായ ദൂരെ നിന്ന് കണ്ടപ്പോൾ യോഹന്നാന സ്നാപകൻ എന്താണ് പറയുന്നറിയാമോ? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുപോലെ തന്നെ കർത്താവ് തന്നെ പറയുകയുണ്ടായി, സ്വർഗത്തിൽ നിറങ്ങിയതായ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. അപ്പോൾ ഇത് നമുക്ക് തിരുവായി മൊഴിഞ്ഞ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്നേക്കുമുള്ളൊരു പാഠമാണ്. പലപ്പോഴും നാം ഈ പറയപ്പെട്ട കാര്യങ്ങളിലേക്കാൾ ഉപരിയായിട്ട് ലോകത്തിലുള്ള അനേക കാര്യങ്ങൾ തേടിപ്പോകുന്നു. എന്നാൽ അതല്ല ആവശ്യം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി. നമുക്ക് വായിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുവാൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ അതായത് ഭൗമികമായ നമ്മുടെ ബന്ധം, അതിനേക്കാൾ ഉപരിയായിട്ടൊരു ബന്ധമാണ് സ്വർഗവുമായിട്ടുള്ളത്. ആയതുകൊണ്ട് അപ്പനെയും അമ്മയും അല്ലെ മകനെയും മകളെയും സ്നേഹിക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യാണ്? ദൈവസ്നേഹം ഇല്ലാത്തവരായി മാറുകയാണ്. അതുകൊണ്ട് അതായത് ഞാനൊരു ഭാര്യയെ കല്യാണം കഴിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് സാധാരണയായി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു നിയമമുണ്ടായി. അല്ലെങ്കിൽ യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ച വ്യക്തികളെ യുദ്ധത്തിന് പോകണ്ട എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. കല്യാണം കഴിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യ പറയുന്നതോടെ കേൾക്കണം.
കാരണം ഇപ്പം ഞാൻ ഐ കനോട്ട് ഒബേ മൈ കൺവിക്ഷൻസ് ഓഫ് ഡ്യൂട്ടി വൈൽ മൈ വൈഫ് ഈസ് ഒപ്പോസ് ടു ഇറ്റ്. കാരണം ഇപ്പം എൻ്റെ ഭാര്യയുടെ ഇഷ്ടം കൂടി ഞാൻ തിരയുകയാണ്. കാരണം ഭാര്യ പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവളുള്ളതായ മുടക്കങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അതുപോലെ അനേകം മുടക്കങ്ങളുണ്ട്. അതായത് ഈ ദാസന്മാർ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയൻ കോപിച്ചു, ദാസനോട് നീ പട്ടണത്തിൻ്റെ വീതിയിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അപ്പോൾ അത് കേട്ടതായ ദാസന്മാർ പോയി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്കറിയാം, അന്ന് പാണ്ഡിത്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ ധനമുള്ളവരുമായ വ്യക്തികളൊക്കെ എന്ത് ചെയ്തു? അവർക്ക് യേശുക്രിസ്തുവിനെ വേണ്ടായിരുന്നു. എന്നാൽ ആരാണ് യേശുക്രിസ്തുവിന് അനുഗാമികളായി തീർന്നത്? കാരണം അവർക്കൊക്കെയും എല്ലാം ഉണ്ട്. എന്നാൽ സാധുക്കളെയും വിധവമാരെയും ഒക്കെയും, അതായത് ഇവിടെ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:31 ഞാൻ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം എത്രമാത്രം സുവിശേഷം ദൈവികമായ സ്വർഗീയമായ കാര്യങ്ങൾക്ക് അവരെ യേശുക്രിസ്തു പ്രസൻറ്റ് ചെയ്തിട്ടും അതവർക്ക് അംഗീകരിപ്പാണ്ടാക്കണം അവർക്ക് സാധിച്ചില്ല. അവർക്ക് ലൗകികമായ കാര്യങ്ങൾ, അതായത് എങ്ങനെയെങ്കിലും ഒരു രാജകീയ ഭരണം കെട്ടിപ്പടുക്കി റോമൻകാരെ ഓടിച്ചിട്ട് അവർക്ക് അവരുടേതായ രാജ്യം കെട്ടിപ്പൊക്കുക, അതിൽ അവർക്ക് എന്തെല്ലാം ലാഭം എടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ, അതിൽ നിന്ന് എന്തെല്ലാം അവരെ കൊണ്ട് അവർക്ക് ലഭിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണമുള്ളൊരു പ്രവണതയാണ്. അതായത് കർത്താവായ ദൈവം നാം മുമ്പേ കഴിഞ്ഞ ദിവസം പറഞ്ഞതായ ഉപമയിലൂടെ നാം കണ്ടല്ലോ. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, പാടുപെട്ടു, മരിച്ചു. അതുപോലെ തന്നെ ശിഷ്യന്മാരെ സുവിശേഷം പറഞ്ഞു. ഇതൊന്നും ആർക്കും കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സിലായിരുന്നു. ആയതുകൊണ്ട് പിന്നീട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് പോകുന്നതായ ഒരു കാഴ്ചപ്പാട്, അതായത് ഓരോ കാലാകാലങ്ങളിലായിട്ട് യേശു തൻ്റെ സേവകന്മാരിലൂടെ അല്ലെങ്കിൽ തൻ്റെ അനുയായികളിലൂടെ സുവിശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ദ വേരിയസ്റ്റ് സിന്നേഴ്സ് ആർ ദ ഓബ്ജക്ട്സ് ഓഫ് ഡീപ്പ് ഏർണസ്റ്റ് പിറ്റി ആൻഡ് ലവ്. He sends His Holy Spirit to yearn over them with tenderness, seeking to draw them to Himself. തങ്ങളിലേക്ക് ആകർഷിപ്പാൻ തക്കവണ്ണം ഓരോരോ മുഖാന്തരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അതെല്ലാം മാറി പോവുകയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളിൽ തിരുവചനം ത്തെക്കുറിച്ച് സുവിശേഷം പറഞ്ഞപ്പോൾ അവരെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് ഒരു ഉദ്ധരണി ഇവിടെ പറയുന്നുണ്ട്. 13 അപ്പോസ്തല പ്രവർത്തികൾ 13:46 മുതൽ ഞാൻ വായിക്കുന്നു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യമുണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. കാരണം അതൊരു പ്രവചനം നിർത്തിയായിരുന്നു. ആദ്യം ദൈവം അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം അവർ യെരുശലേമിൽ സുവിശേഷം പ്രസംഗിക്കണമായിരുന്നു. എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിളിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമായി വെച്ചിരിക്കുന്നത് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതിയിൽ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഗതി ഇപ്രകാരമായിരുന്നു. അതെന്താണ്? ബർന്നബാസും പൗലോസും ദൈവവചനത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. ആദ്യം ദൈവം ചാൻസ് കൊടുത്തത് ആർക്കായിരുന്നു? ഇസ്രായേൽ മക്കൾക്കായിരുന്നു. അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. എന്നാൽ അതിനുശേഷം ജാതികളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മുടെ വായിച്ചത്. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയും ദൈവം ഇസ്രായേൽ മക്കൾക്ക് സന്ദർഭം കൊടുത്തു, ചാൻസ് കൊടുത്തു. എന്നാൽ ഇനിയുള്ളതായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവചനത്തിനെ അനുശാസിക്കുന്നുണ്ട്. അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. എന്താണ്? അപ്പോസ്തലനായ പൗലോസ് ജാതികളിലേക്ക് സുവിശേഷം പറയുന്ന ഒരു അപ്പോസ്തലനായിട്ട് മാറി. അങ്ങനെ അനേകർ ജാതികൾ സന്തോഷം, അല്ലെങ്കിൽ ജാതികൾക്കതൊരു സന്തോഷമായിരുന്നു. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പോൾ നമുക്കറിയാം, പാലസ്തീൻ ദേശം, ഇസ്രയേൽ ദേശം, ഇവിടെയൊക്കെയും സുവിശേഷം. അതിനുശേഷം പിന്നെ അതെന്ത് ചെയ്തു? യൂറോപ്പിലേക്കും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഈ ഇന്ത്യയിലേക്കും കൊച്ചു കേരളത്തിലേക്കും എല്ലാം സുവിശേഷം എത്തിച്ചിരുവാൻ ഇടയായി.
എന്നാൽ മനുഷ്യൻ്റെ അവിശ്വാസം കൊണ്ട് അതേ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ കൂട്ടിക്കളഞ്ഞിട്ട് അവരൊക്കെയും പല വഴികളിലായിട്ട് തിരിയുകയാണ്. ഇന്ന് എത്രയോ സഭകളുണ്ട്, എല്ലാവരും തിരുവചനത്തെക്കുറിച്ചാണ് അനുശാസിക്കുന്നത്. എന്നാൽ പലരും എന്താണ്, സത്യമായ സുവിശേഷം അതറിയുവാൻ തക്കവണ്ണം ഒഴിവുകൾ പറയുകയാണ്. അതായത് ഈ സദ്യയിൽ കടന്നു വരുവാൻ തക്കവണ്ണം വിളിച്ചതായ വ്യക്തികളൊക്കെയും എന്തു ചെയ്തു, അവരൊക്കെ ഓരോ ഒഴിവുകൾ പറഞ്ഞ് പോവുകയാണ്. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ദൈവം ഇനിയും നമുക്ക് സമയം തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെളിപാടുകാരനായ യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ നാം കാണുന്നത് എന്താണ്? അതായത് ദൈവത്തിൻ്റെ ദൂതൻ, ഞാൻ വായിക്കുന്നു, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വെളിപാടുകാരൻ യോഹന്നാൻ അത് പ്രത്യേകിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമാണ്. അവിടെ പറയുന്നത് എന്താണ്? അതേ, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ സുവിശേഷം പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയുണ്ടായി, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതെ, ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് ഒരു അവസാന കാലത്താകുന്നു എന്ന് എല്ലാവർക്കും പരക്കെ അറിയാം. അതല്ലെങ്കിൽ പിന്നെ ദൈവവിശ്വാസമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അതൊരു കാഴ്ചപ്പാടില്ല. കാരണം അവർ ഇവിടം കൊണ്ട് അവസാനിച്ച്, ഇവിടം കൊണ്ട് ജീവിച്ച്, ഇവിടം കൊണ്ട് അവസാനിക്കുക എന്നുള്ള ചിന്താഗതിയുള്ളൂ. പക്ഷേ വിശ്വാസികളായ ഓരോരുത്തർക്കും ഇതറിയാം. എന്താണ്? രാജ്യത്തിന് സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതിനെ എടുത്തു പറയുകയാണ് ഇവിടെ വെളിപാടുകാരനായ യോഹന്നാനും പറയുന്നത്. എന്താണ്? വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാളൊരു നിത്യസുവിശേഷം. അത് ഇന്ന് വളരെ ശക്തമായിട്ട് എല്ലായിടത്തും പരക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോയിലായാലും ടി വിയിലായാലും, അതുപോലെ തന്നെ മനുഷ്യൻ പലതരത്തിലുള്ള എഴുത്തുകളിലൂടെ ആയാലും ഇൻ്റർനെറ്റിലൂടെ ആയാലും അങ്ങനെ സുവിശേഷം എല്ലായിടത്തും ചെരികയാണ്. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം കൂടെ. എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുന്ന, അതായത് ആകാശവും ഭൂമിയും നീരുറവും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുന്ന, നമസ്കാരം ആരാധിക്കുക എന്നുള്ളതാണല്ലോ ഈ നമ്മുടെ ഏറ്റവും വലിയമായ ഒരു കടപ്പാട്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സ്വന്തം സാദൃശ്യത്തിൽ മെനഞ്ഞത് അല്ലെങ്കിൽ നിർമ്മിച്ചത് അവന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ മഹത്വം കൊടുക്കുന്നതായ താല്പര്യം കാലാകാലങ്ങളിലായിട്ട് പിതാക്കന്മാരിലൂടെ നമുക്കിന്ന് പകർന്നു തന്നിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ പറയപ്പെട്ടതായ നിത്യമായ വാസ്തവമായ കാര്യങ്ങളെ മാനിക്കാതെ ലോക വഴികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പ് ഉള്ള കാലത്തെ നോഹ പട്ടണത്തിൽ കയറിയ നാൾ വരെയും അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അപ്പോൾ ഒരു വലിയ കല്യാണ വിരുന്നിനെക്കുറിച്ചുള്ളതായ ഉപമ നാം വായിക്കുകയാണ്. അവിടെ കല്യാണ സദ്യയിൽ പങ്കെടുപ്പാനടക്കണം എല്ലാവരെയും ക്ഷണിച്ചു. ക്ഷണിക്കപ്പെട്ടവരെല്ലാം തിരിഞ്ഞു നിന്നു. എന്നാൽ വീണ്ടും താന് തെരുവീതിയിലും ഇടവഴികളിലും പോയി കണ്ടവരെ, ദരിദ്രന്മാരെയും അങ്ങനെയുള്ളവരെ, പാവപ്പെട്ടവരെയും വിധവമാരെയും ഒക്കെയും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇവിടെ പറയുന്നത് നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? നോഹയുടെ കാലത്ത് നോഹ 120 വർഷത്തോളം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രസംഗം പ്രത്യേകിച്ചൊന്നും താൻ പ്രസംഗിച്ചില്ല. ജലപ്രളയം വരുന്നു.
അദ്ദേഹം ഒരു വഴി കൂടി പെട്ടകം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ പെട്ടകത്തിൽ കയറുവാനുള്ളതായ ആഹ്വാനമാണ് എല്ലാവർക്കും കൊടുത്തത്. എന്നാൽ ആരും ചെവിക്കൊണ്ടില്ല. അവനെ ഈ ഒരു കിഴവനെ, അല്ലെങ്കിൽ ഈ മനുഷ്യന് പ്രായമായി വട്ടുപിടിച്ചു, അല്ലെങ്കിൽ അവന് ഒന്നും അറിയത്തില്ല, സെൻസസ് നഷ്ടപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ എല്ലാവരും കളിയായിക്കൊണ്ടിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ മുഴുകി. നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവരെന്ത് ചെയ്തു? തിന്ന് കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇനിയും അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്ത് ചെയ്തു? അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വീട് പണിതും അങ്ങനെ അവരുല്ലാസമായിട്ട് ലൗകികമായ എല്ലാ താല്പര്യത്തിൽ അവർ കഴിഞ്ഞുപോയി. എന്നാൽ പ്രളയം വന്നു. അവരെ എല്ലാവരും നീക്കിക്കളവോളം അവർ അറിഞ്ഞില്ല. മനുഷ്യൻ്റെ പുത്രൻ്റെ വരവും യേശുവിൻ്റെ വരവും രണ്ടാമത്തെ വരവ് അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം അതുപോലെ തന്നെയാണ്. മനുഷ്യപുത്രൻ്റെ, അതായത് ജലപ്രളയത്തിന് നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്ന പോലുള്ളൊരു അവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. എന്താണ്? എല്ലാവരും വീട് വെക്കുന്നു, കുഴപ്പമില്ല. അതുപോലെ തന്നെ സദ്യ ഒരുക്കുന്നു, അതായത് ഫാസ്റ്റ് ഫുഡ് സർവീസ് പോലെ. ഇന്ന് അതിനു വേണ്ടിയുള്ളൊരു വിഭ്രാന്തി എല്ലാ ഇടങ്ങളിലും കാണുകയാണ്. അതായത് ഒരു ഇംഗ്ലീഷ് ഉദ്ധരണി വായിക്കുകയാണ്, men are rushing on the chase of gain, selfish indulgences as if there were no God, no heaven, no hereafter. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, നാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണോ നാം പോകുന്നത്? അതായത് എല്ലാവരും എന്തു ചെയ്യുകയാണ്? ഈ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. ഒരു ദൈവമില്ല, അതുപോലെ സ്വർഗമില്ല, ഇനിയും നാളെ ഒരു കാര്യമില്ല എന്നുള്ള ചിന്താഗതിയിൽ അവർ ജീവിക്കുകയാണ്. എന്നാൽ നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കും എന്ന് തിരുവചനം അനുശാസിക്കുന്നു. ആയതുപോലെ ആ സ്വർഗീയമായ മണവാളൻ ഒരുക്കിയിരിക്കുന്ന വലിയ സദ്യയിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. ആ വിളിയിലേക്ക് നമ്മുടെ മറുപടി എന്താണ്? സത്യം തൻ്റെ ദൈവദൂതന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ നൽകപ്പെട്ടിരിക്കുന്ന ദൂത് നാം എപ്രകാരം അംഗീകരിക്കുന്നു? അവനൊരുക്കിയിരിക്കുന്ന വലിയ കല്യാണ സദ്യയിൽ പൂവാണ്ടക്കോണ ഇടവഴിയിൽ നിന്നും പെരുവഴിയിൽ നിന്നും വന്ന ആൾക്കാരെക്കാൾ ഉപരിയായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ്, വരുവീൻ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വിളി കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? സ്വർഗീയമായ എല്ലാ മാലാഖമാരും ദൈവത്തിൻ്റെ ദൂതന്മാരും സ്വർഗം മുഴുവനും നമ്മുടെ ഒരുക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ ഈ കല്യാണ സന്ധ്യയിൽ പങ്കെടുത്ത് കർത്താവോടൊപ്പം സന്തോഷിപ്പാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് മനഃപൂർവ്വമായി ചിന്തിപ്പാൻ എന്നോട് തന്നെയും നിങ്ങളോട് തന്നെയും ചോദിക്കുക. ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ഉപമകളും അടിയങ്ങളുടെ ആത്മീയ ജീവിതം അതിനെ തുലനം ചെയ്യുവാനും എപ്രകാരമുള്ളൊരു ജീവിതമാണെന്ന് ഞങ്ങൾ നയിക്കുന്നതെന്ന് ചിന്തിപ്പാൻ കർത്താവ് സമയം തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ സമയം തക്കത്തിൽ വിനിയോഗിപ്പാൻ കർത്താവ് കൃപയാകണമേ. അവിടുത്തെ വരവനായി ഒരുക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അറിയുവാൻ എന്തെങ്കിലും വിഷയങ്ങളോ കൂടുതലായി പഠിപ്പാനുള്ള താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ആയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ എഴുതിയിരിക്കുക. ഞങ്ങളുടെ മേൽവിലാസം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറു ഗ്രന്ഥങ്ങളോ അതുപോലെ CD കളോ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരാം.